ലോകം അഭിനന്ദിക്കുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നത്തെ ഗവൺമെന്റിന്റെ മൂന്നാം ടൈമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് മോദിയുടെ ഉറപ്പുണ്ട്. ഇന്ത്യയോടുള്ള ലോകത്തിന്റെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും G20 ഉച്ചകോടിയുടെ വിജയത്തിലൂടെ സംഗ്രഹിക്കാമെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പങ്ക് അടിവരയിട്ട് മുൻ ഗവൺമെന്റ് 2014 സഭയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റും അന്നത്തെ ധനമന്ത്രിയുടെ പ്രസ്താവനയും പ്രധാനമന്ത്രി മോദി ശ്രദ്ധയിൽപ്പെടുത്തി. GDPയുടെ വലുപ്പത്തിൽ ഇന്ത്യ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്ന് അന്നത്തെ ധനമന്ത്രി പ്രസംഗത്തിൽ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യം ഇന്ന് 5ാം സ്ഥാനത്തെത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടുത്ത 3 പതിറ്റാണ്ടിനുള്ളിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രാജ്യം വളരുമെന്ന് അന്നത്തെ ധനകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഇന്നത്തെ ഗവൺമെന്റിന്റെ മൂന്നാം ടൈമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ഞാൻ രാജ്യത്തിന് ഉറപ്പു നൽകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വേഗതയും അതോടൊപ്പം അതിന്റെ വലിയ ലക്ഷ്യങ്ങളും ഒപ്പം ധൈര്യവും ലോകം മുഴുവൻ വീക്ഷിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി അടിവരയിട്ടുന്നുണ്ട്. നിലവിലെ ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിലെ ദരിദ്രർക്കായി 4 കോടി വീടുകളും നഗരങ്ങളിലെ ദരിദ്രർക്കായി 80 ലക്ഷം നല്ല വീടുകളും നിർമ്മിച്ചു നൽകിയതായി അദ്ദേഹം സഭയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 40,000 കിലോമീറ്റർ റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിക്കുകയും 17 കോടി അധിക ഗ്യാസ് കണക്ഷനുകൾ നൽകുകയും ശുചിത്വ കവറേജ് 40%-ൽ നിന്നും 100%-ആയി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നും പറയുന്നു. ക്ഷേമത്തോടുള്ള മുൻ ഗവൺമെന്റുകളുടെ അർദ്ധമനസ്സോടെയുള്ള സമീപനത്തെയും ഇന്ത്യയിലെ ജനങ്ങളിൽ ആ ഗവൺമെന്റിന് ഉണ്ടായിരുന്ന വിശ്വാസമില്ലായ്മയും ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരന്മാരുടെ ശക്തിയിലും കഴിവിലും നിലവിലെ ഗവൺമെന്റിന് ഉള്ള വിശ്വാസം ആവർത്തിച്ചു ചൂണ്ടിക്കാട്ടി. ആദ്യ ടൈമിൽ ഞങ്ങൾ മുൻ ഗവൺമെന്റുകൾ സൃഷ്ടിച്ച ഗർത്തങ്ങൾ നികത്തി. 2ാം ടൈമിൽ ഞങ്ങൾ ഒരു പുതിയ ഇന്ത്യക്ക് അടിത്തറയിട്ടു. 3ാം ടൈമിൽ ഞങ്ങൾ വികസിത ഭാരതത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തും എന്നും അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രി ആദ്യ ടൈമിലെ പദ്ധതികൾ ഓർമ്മിപ്പിക്കുകയും സ്വച്ഛ് ഭാരത്, ഉജ്ജ്വല, ആയുഷ്മാൻ ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുഗമ്യ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, GST എന്നിവ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ 370ാം വകുപ്പ് റദ്ദാക്കൽ, നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കിയത്, ഭാരതീയ ന്യായ സംഹിത സ്വീകരിക്കൽ, കാലഹരണപ്പെട്ട 40,000 നിയമങ്ങൾ റദ്ദാക്കൽ, വന്ദേ ഭാരതും ഒപ്പം നമോ ഭാരതും മോഡൽ ട്രെയിനുകൾ ആരംഭിക്കൽ എന്നിവയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വടക്ക് മുതൽ തെക്ക് വരെ, കിഴക്കുനിന്ന് പടിഞ്ഞാറ് വരെ സ്തംഭനാവസ്ഥയിലായിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് ആളുകൾ കണ്ടു. എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവുമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കാണിക്കുന്നതെന്നും പറയുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഊർജം പകരുന്നത് തുടരുമെന്നും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ഗവൺമെന്റിന്റെ 3ാം കാലയളവ് സുപ്രധാന തീരുമാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ 3ാം കാലയളവ് അടുത്ത 1000 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ അടിത്തറ പാകും. രാജ്യത്തെ 140 കോടി പൗരന്മാരുടെ കഴിവുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയെന്നും പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ശരിയായ വിഭവങ്ങളും ആത്മാഭിമാനവും പ്രദാനം ചെയ്താൽ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. 50 കോടി പാവപ്പെട്ടവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകളും 4 കോടി ജനങ്ങൾക്ക് സ്വന്തം വീടുകളും 11 കോടി പേർക്ക് ടാപ്പിലൂടെ കുടിവെള്ള കണക്ഷനും 55 കോടി പേർക്ക് ആയുഷ്മാൻ കാർഡുകളും 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും ലഭിച്ചതായി പറയുന്നുണ്ട്. ഒരു കാലത്ത് ആരും ഗൗനിക്കാതിരുന്നവരുടെ കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. തെരുവോര കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന PM സ്വനിധി, കരകൗശല തൊഴിലാളികൾക്കുള്ള വിശ്വകർമ്മ പദ്ധതി, പ്രത്യേക കരുതൽ ആവശ്യമായ ഗോത്രവിഭാഗങ്ങൾക്കുള്ള PM ജന്മൻ പദ്ധതി, അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിനായുള്ള ഊർജ്ജസ്വല ഗ്രാമം പരിപാടി, ചെറുധാന്യ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, പ്രാദേശികമായതിനുള്ള ആഹ്വാനം, ഖാദി മേഖലയെ ശക്തിപ്പെടുത്തൽ എന്നിവയും എടുത്തു പറഞ്ഞു. ശ്രീ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നൽകുന്നതിലേക്കും പ്രധാനമന്ത്രി ശ്രദ്ധ ക്ഷണിച്ചു. മഹാനായ വ്യക്തിത്വത്തോട് മുൻ ഗവൺമെന്റുകൾ അനാദരവോടെ പെരുമാറിയതെങ്ങനെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1970കളിൽ ഠാക്കൂർ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളും പ്രധാനമന്ത്രി അനുസ്മരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നാരീശക്തിക്ക് കരുത്തു പകരുന്നതിന് ഗവൺമെന്റ് നൽകിയ സംഭാവനകൾ എടുത്തു പറഞ്ഞു. രാജ്യത്തിന്റെ പെൺമക്കൾക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകൾക്കുള്ള മേഖലകളൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല. അവർ യുദ്ധവിമാനങ്ങൾ പറത്തുകയും അതിർത്തികൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അഭിമാനത്തോടെയാണ് രാജ്യം ഇത് നോക്കിക്കാണുന്നത്.
10 കോടിയിലധികം അംഗങ്ങളുള്ളതും ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുന്നതുമായ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസം രാജ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ 3 കോടി ലക്ഷപതി ദീദികൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. പെൺകുഞ്ഞിന്റെ ജനനം ആഘോഷിക്കുന്ന രീതിയിലേക്ക് ചിന്താഗതിയിൽ വന്ന മാറ്റത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ നിരവധിയാണ്. കർഷകക്ഷേമത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. മുൻ ഗവൺമെന്റുകളുടെ കാലത്ത് 25,000 കോടി രൂപയായിരുന്ന കാർഷിക ബജറ്റ് ഇപ്പോൾ 1.25 ലക്ഷം കോടി രൂപയായി ഉയർത്തിയതായും പറയുന്നു. PM കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ കർഷകർക്ക് 2,80,000 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ബീമ യോജനയ്ക്ക് കീഴിൽ 30,000 രൂപ പ്രീമിയത്തിൽ 1,50,000 കോടി രൂപ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കും മൃഗസംരക്ഷണത്തിനുമായി സമർപ്പിത മന്ത്രാലയം രൂപീകരിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്കും കന്നുകാലി വളർത്തുന്നവർക്കുമായി PM കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയതും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കുളമ്പ് രോഗത്തിനുള്ള 50 കോടി പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും ചെയ്തു. രാജ്യത്തെ യുവാക്കൾക്കായി സൃഷ്ടിച്ച അവസരങ്ങളിലേക്ക് വെളിച്ചം വീശിയ സ്റ്റാർട്ടപ്പ് യുഗത്തിന്റെ വരവ്, യൂണിക്കോണുകൾ, ഡിജിറ്റൽ സൃഷ്ടാക്കളുടെ ആവിർഭാവം, ഗിഫ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇന്ത്യ ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന്. ഇത് ഇന്ത്യയിലെ യുവാക്കൾക്ക് നിരവധി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തെക്കുറിച്ചും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാകുന്നതിനെക്കുറിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര, വ്യോമയാന മേഖലകളിലെ വളർച്ചയെക്കുറിച്ചും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഗവൺമെന്റിന്റെ സമീപനത്തിനും മാറ്റമുണ്ടായിട്ടുണ്ട്. 2014 മുമ്പുള്ള 10 വർഷങ്ങളിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ ബജറ്റ് 12 ലക്ഷം കോടി രൂപയായിരുന്നെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത് 44 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും പ്രധാനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ സഭയെ അറിയിച്ചിട്ടുണ്ട്. ശരിയായ സംവിധാനങ്ങളും സാമ്പത്തിക നയങ്ങളും വികസിപ്പിച്ച് രാജ്യത്തെ ഗവേഷണ നൂതനാശയ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇന്ത്യയിലെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഊർജ്ജ മേഖലയിൽ രാഷ്ട്രത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി ഹരിത, ഹൈഡ്രജൻ, സെമി കണ്ടക്ടർ മേഖലകളിലെ നിക്ഷേപത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്നും എടുത്തു പറഞ്ഞു. 1974 പണപ്പെരുപ്പ നിരക്ക് 30%. 2 യുദ്ധങ്ങൾക്കും കൊറോണ വൈറസ് മഹാമാരിക്കുമിടയിൽ രാജ്യത്തെ വിലക്കയറ്റം തടഞ്ഞു നിർത്തിയത് ഇന്നത്തെ ഗവൺമെന്റാണ്. രാജ്യത്തെ അഴിമതികളെക്കുറിച്ചും നിരവധി തവണ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മുൻ ഗവൺമെന്റുകളുടെ കാലത്തെ ആക്ഷേപിച്ച് PMLAയ്ക്ക് കീഴിലുള്ള കേസുകളിൽ 2 മടങ്ങ് വർധനയുണ്ടായതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത തുക 5,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറയുന്നു. പിടിച്ചെടുത്ത തുകയെല്ലാം പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി ഉപയോഗിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി 30 ലക്ഷം കോടിയിലധികം രൂപ വിതരണം ചെയ്തതായും അദ്ദേഹം പറയുന്നുണ്ട്. അഴിമതിക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്ത പ്രധാനമന്ത്രി രാജ്യത്തെ കൊള്ളയടിച്ചവർക്ക് ആ കടം വീട്ടേണ്ടി വരും എന്നും പറയുന്നുണ്ട്. രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി ഭീകരതയോട് സഹിഷ്ണുതാരഹിതമായ ഇന്ത്യയുടെ നയം പിന്തുടരാൻ ലോകം ബാധ്യസ്ഥമാണെന്നും ആവർത്തിച്ചു. വിഘടനവാദത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ അപലപിച്ച അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ കഴിവുകളിൽ അഭിമാനവും വിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ നടക്കുന്ന സംഭവവികാസങ്ങളെയും പ്രത്യേകം അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ വികസനത്തിനായി തോളോട് തോൾ ചേർന്ന് മുന്നോട്ടു വരണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്.